കേറി വാടാ മക്കളയിൽ 4ാമത്തെ ചോദ്യം. ഓക്കെ, മൊത്തം എത്ര രൂപയാണ് ദിലീപ് നാട്ടുകാരിൽ നിന്നും കടം വാങ്ങിച്ചിരിക്കുന്നത്? എ 7 ലക്ഷം, ബി 7,49,000, സി 6,75,000. വിളിക്കണോ അനിയനെ, അക്ഷിത്തിനെ? എനിക്കറിയില്ല എന്റെ ആൻസർ. അറിയാവോ അക്ഷിത്? അറിയോ? 7, 7,49, 6,75. 7,49,000. അയ്യോ, കറക്റ്റ് ആണോ? ആ കറക്റ്റാ. ആ 7,49,000. ആ അപ്പൊ 9,000. 49,000. Yeah. ശരി ആണോ? 7 ലക്ഷം അല്ലേ? 7 ലക്ഷം. അങ്ങനെ ഒരു കണക്ക് വരുമോ? 7,49,000 അവൻ പറയുന്നു. കേൾക്കുന്നോ ഇല്ലയോ? 7 ലക്ഷം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? പറയൂ, ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കൂ. അല്ല, കണക്ക് അങ്ങനെ പറയൂ. 7,49,000. അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ 7. എടാ കറക്റ്റ് ആണോ? എന്നാ ഓക്കെ. അല്ല വേണ്ട, 7 വെക്കാം. ആണോ? പറ. അല്ലെന്ന് അവന് സംശയമുണ്ട്. അവൻ സിനിമ കാണുന്നവനാ. അല്ല പിന്നെ ഞാനോ? കാണത്തില്ലേ സിനിമ? സമയമില്ല, എനിക്കറിയാം. പക്ഷെ ഈ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് 7 ലക്ഷം എ. അല്ല ആണോ? എടാ പറ. 7 ലക്ഷം ആണോ? അല്ല 7,49,000. ചുമ്മാ പറയാണ്, ഞാൻ പറഞ്ഞു. 7 ലക്ഷം. 7 ലക്ഷം എ. 7 ലക്ഷം ഞാൻ എടുത്തിട്ട് പൂട്ടി, അവിടെ കിടക്കട്ടെ. നമ്മുടെ ഈ സിനിമയിൽ മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ, സൂപ്പർ സ്റ്റാർസ്. അതിൽ ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? സുരേഷ് ഗോപി, അപ്പൊ ദിലീപ്, ജയറാം, എല്ലാവരും ഇഷ്ടം. ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഏറ്റവും കൂടുതൽ മോഹം? പൃഥ്വിരാജിന്റെ കൂടെ അല്ലേ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആരെ കിട്ടിയാലും ഞാൻ അഭിനയിക്കും. ആരെ കിട്ടിയാലും അല്ല, ഇപ്പൊ ആരുടെ കൂടെയാണ് എനിക്ക് ചാൻസ് കിട്ടുന്നോ ഞാൻ അഭിനയിക്കും. അപ്പം 7 ലക്ഷം രൂപയാണ് നമ്മൾ എടുത്തിട്ട് പൂട്ടിയിരുന്നത്. ഉത്തരം ശരിയല്ല. അയ്യോ, പിന്നെ എത്രയാ? അവൻ മര്യാദക്ക് പറഞ്ഞല്ലേ. അവനെ ഒന്ന് വിളിച്ചേ. എടാ മോനെ, കറക്റ്റായിട്ട് പറഞ്ഞാണ് 7,49,000. അപ്പൊ ഞാൻ പറഞ്ഞില്ല 7 ലക്ഷം ഉറപ്പിക്കട്ടെ. അല്ല, റൗണ്ട് ആയിട്ടുള്ള പോരെന്ന് ചോദിച്ചു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ കയ്യിൽ തിരക്കി വെക്കണം. 7 ലക്ഷം തെറ്റാണ്. ശരി ഉത്തരം ബി 7,49,000 രൂപ. സമാധാനമായല്ലോ. കേറി വാടാ മക്കളയിൽ 5ാമത്തെ ചോദ്യം. സോനാരേ സോനാരേ സ്വർണ്ണ നിലാവ് തെളിഞ്ഞില്ലേ, സ്വരരാഗത്തെ നിറയ്ക്കാൻ പോരൂ. സോനാരേ സോനാരേ സ്വർണ്ണ നിലാവ് തെളിഞ്ഞില്ലേ, സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ പോരൂ. സോനാരേ സോനാരേ സ്വർണ്ണ നിലാവ് തെളിഞ്ഞില്ലേ, സ്വരരാഗത്തെ നിറയ്ക്കാൻ പോരൂ. ഈ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഓക്കെ. ചോദ്യം, ഈ ഗാനം സിനിമയുടെ ഏത് ഭാഗത്താണ് വരുന്നത്? എ സിനിമയുടെ തുടക്കത്തിൽ, സിനിമയുടെ ആദ്യ പകുതിയിൽ, സി സിനിമയുടെ ഇന്റർവെല്ലിന് ശേഷം. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയല്ല കണ്ടത്. പിന്നെ എവിടെ കണ്ടു? ഇന്റർവെല്ലിന് ശേഷം ഉണ്ടല്ലേ? അല്ല, ഈ സിനിമ ദിലീപ് അവിടെ വന്നതിന് ശേഷമല്ലേ? അപ്പം സിനിമയുടെ ആദ്യ പകുതി അത് തന്നെ. ആദ്യത്തിൽ എന്തായാലും തുടക്കത്തിലല്ല. അത് നമുക്ക് ഉറപ്പിക്കാം, തെറ്റായതുകൊണ്ട് ഉറപ്പിക്കാം. ബി സിനിമയുടെ ആദ്യ പകുതിയിൽ ഞാൻ എടുത്തിട്ട് അങ്ങ് പൂട്ടി. ഉത്തരം തെറ്റാണോ ശരിയാണോ? ശരിയായിരിക്കും. ഇല്ല, അല്ല, എന്തായാലും തുടക്കത്തിലല്ല ഈ സിനിമ, അതറിയാം. പിന്നെ ലാസ്റ്റ് അവനോട് ചോദിക്കണോ? ചോദിക്കാം. അക്ഷിത്തെ വാ. ശരിയല്ലേ? ശരിയാ. 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 ടെൻഷൻ എടുപ്പിക്കാതെ പറയൂ പ്ലീസ്. ശരിയാ. നമ്മൾ കറക്റ്റ് പറഞ്ഞപ്പോൾ സന്തോഷമില്ലാത്ത, തെറ്റ് പറഞ്ഞ ഭയങ്കര സന്തോഷമായിരുന്നല്ലോ മുന്നേ. തെറ്റിപ്പോയില്ലേ? തെറ്റിയോ? അല്ല, എന്തിനാ ഇവിടെ വന്നത്? അതെങ്ങനെയാ? ദിലീപ് അവിടെ വന്നതിന് ശേഷമല്ലേ ഈ പാട്ട് പാടുന്നത്?
പിന്നെ അല്ലാതെ അയാൾക്ക് വെളിയിലിരുന്ന് പാടാൻ പറ്റൂല്ലോ, അവിടെ വന്നിട്ടല്ലേ പാടാൻ പറ്റും. ആ അത് തുടക്കത്തിലല്ലോ. അല്ല, ഇതൊന്നും പടം കാണാറില്ല. ഞാൻ കണ്ടു. അയ്യോ, ഈ സിനിമ ഞാൻ ഒരു ബുദ്ധി ഇല്ലാത്ത 50 പ്രാവശ്യം ഈ സിനിമ കണ്ടിട്ടുണ്ട്. എന്നിട്ടാണോ ഇങ്ങനെ ടിവിയിൽ ഞാൻ ഈ സിനിമ ഞാൻ വെറുതെ അടിച്ചു പോയാലും ഞാൻ ആ സിനിമയിൽ നിന്ന് കാണും. വെറുതെ അടിച്ചു പോയാലേ, അതായത് ചാനൽ മാറ്റിക്കൊണ്ട് പോയാലേ അങ്ങനെ. അപ്പൊ ഞാൻ ഈ സിനിമയിൽ നിന്ന് കാണും. ശരി, അപ്പം ബി ഞാനങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ബി സിനിമയുടെ ആദ്യ പകുതിയിൽ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ. പിന്നെ വേറൊരു കാര്യം, നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ ചളു അടിച്ചോണ്ടിരിക്കും. പക്ഷെ 8:30 മണിയായി. പോണം. എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് വേറെ ജോലിയുണ്ട്. അല്ലാതെ ഇവിടെ ഇരുന്നോണ്ട് ഇങ്ങനെ ഈ കൊച്ചിൻ്റെ അടുത്ത് വെറുതെ ഇങ്ങനെ ഒരു ബുദ്ധിയില്ലാത്ത കുട്ടിയായിട്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സോറി. എന്ത് ബുദ്ധിയില്ലായ്മയാണ് കാണിച്ചത്? ഇപ്പം കാണിച്ചതൊക്കെ എന്താണ്? പാട്ട് പാടിയതാണോ? അല്ല, പിന്നെ ഉത്തരം പറഞ്ഞത്. ആ സിനിമ നമ്മൾ കാണുന്നോണ്ട്. അപ്പൊ എനിക്ക് സത്യത്തിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല ഇനി തുടരാൻ. മാത്രമല്ല സമയമായി. ഞാൻ ഉത്തരം പറയുന്നത് പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് പിടിക്കുന്നില്ല. അതേ, വെറുതെ അല്ല. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല, ഞാൻ വീട്ടിൽ പോവാണ്.